ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോസഫ് മർഫിയുടെ ബിലീവ് ഇൻ യുവർസെൽഫ്, നിങ്ങളിൽ വിശ്വസിക്കുക എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അധ്യായം 1. ആത്മവിശ്വാസത്തിന്റെ ശക്തി, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുക. ആശിഷ് എന്നും വളരെയധികം അഭിലാഷങ്ങളുള്ള ഒരാളായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസക്കുറവ് എപ്പോഴും അവന്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായി. ഒരു പ്രശസ്ത ബാങ്കിൽ സ്ഥാനത്തെത്തിയെങ്കിലും കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇതിലും നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് അവന് തോന്നി. ഒരു ദിവസം ഓഫീസിനു ശേഷം തന്റെ ഇഷ്ട ചായക്കടയിലിരിക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് തനിക്ക് നൽകിയ ഒരു പഴയ പുസ്തകം അവൻ കണ്ടു. ജോസഫ് മർഫിയുടെ ബിലീവ് ഇൻ യുവർസെൽഫ്. അവൻ അത് മുമ്പ് ശരിയായി വായിച്ചിരുന്നില്ല. പക്ഷേ അന്ന് അവനൊരു പ്രത്യേക തോന്നലുണ്ടായി. അവൻ പുസ്തകം തുറന്ന് ആദ്യത്തെ പാഠം വായിക്കാൻ തുടങ്ങി. ആത്മവിശ്വാസത്തിന്റെ ശക്തി, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുക. ആദ്യത്തെ ഏതാനും ഖണ്ഡികകളിൽ തന്നെ ആശിഷിന് ഒരു കാര്യം മനസ്സിലായി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്വയം വിശ്വാസമില്ലായ്മയായിരുന്നു. അവൻ സ്വയം വിലകുറച്ച് കണ്ടിരുന്നു. വലിയൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴെല്ലാം നെഗറ്റീവ് സാധ്യതകളെക്കുറിച്ച് ആലോചിച്ച് അവൻ പിന്മാറുമായിരുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും എന്നാണ്. സംശയം നമ്മെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ഒരുപോലെയാണ്. ആശിഷിന്റെ മനസ്സിലൂടെ പഴയ പല സംഭവങ്ങളും കടന്നുപോയി. പഠിക്കുന്ന സമയത്ത് ഒരു വലിയ ജോലിക്ക് അപേക്ഷിക്കാൻ ആലോചിച്ചതും എന്നാൽ എനിക്കതിനുള്ള കഴിവില്ല എന്ന് സ്വയം പറഞ്ഞ് പിന്മാറിയതും അവൻ ഓർത്തു. പിന്നീട് ബാങ്കിൽ ഉയർന്ന സ്ഥാനത്തേക്ക് അവസരം ലഭിച്ചപ്പോഴും തന്നേക്കാൾ കഴിവുള്ളവർ ഉണ്ടാകും എന്ന് കരുതി അവൻ സ്വയം ഒഴിഞ്ഞുമാറി. ആ രാത്രി അവൻ വീട്ടിൽ വന്ന് പുസ്തകത്തിലെ ആദ്യ അധ്യായം വീണ്ടും വായിച്ചു. ഓരോ വരിയും അവനുവേണ്ടി എഴുതിയതുപോലെ തോന്നി. അതിൽ ഒരു വാക്യമുണ്ടായിരുന്നു: നിങ്ങൾ പറയുന്നതെന്തും നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കുന്നു, അതിനാൽ നിങ്ങൾ കഴിവുള്ളവനാണ്, ശക്തനാണ്, തടയാനാവാത്തവനാണ് എന്നതിനോട് പറയുക. ആശിഷ് ആലോചിച്ചു, ഞാൻ സത്യത്തിൽ എന്റെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണോ നൽകിക്കൊണ്ടിരുന്നത്? എന്റെ ചിന്തകളാണോ എന്നെ തടയുന്നത്? അധ്യായം 2. പുതിയ തുടക്കം. ഭയം ഒരു മിഥ്യയാണ്. അടുത്ത ദിവസം അവൻ ബാങ്കിലെത്തിയപ്പോൾ ടീം അവനെ ഒരു പുതിയ നെക്കുറിച്ചുള്ള പ്രോജക്റ്റിനെക്കുറിച്ചറിയിച്ചു. അതിന്റെ നേതൃത്വം അവനായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഇതൊരു വലിയ അവസരമായിരുന്നു, എന്നാൽ ഉണ്ടായിരുന്നു. അവന്റെ ആദ്യ പ്രതികരണം പഴയതു തന്നെയായിരുന്നു: കിയർ ആൻഡ് ചലച്ചിത്രം. പക്ഷേ പെട്ടെന്ന് അവന് പുസ്തകത്തിലെ വാക്കുകൾ ഓർമ്മ വന്നു. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പകുതി യുദ്ധം ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. അവൻ കണ്ണാടിയിൽ നോക്കി ഒരു പുതിയ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അവൻ സ്വന്തം പ്രതിബിംബത്തെ നോക്കി പറഞ്ഞു: എനിക്ക് കഴിവുണ്ട്, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനൊരു മികച്ച നേതാവാണ്. ആദ്യമായി ഇത് പറഞ്ഞപ്പോൾ അവനൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ അതിശയകരമെന്നു പറയട്ടെ, ഒരുതരം അവന് അനുഭവപ്പെട്ടു. അവൻ ചിന്തിച്ചു, എന്റെ ജീവിതം മുഴുവൻ സംശയങ്ങളാൽ മുന്നോട്ടു പോകാമെങ്കിൽ കുറച്ച് ആഴ്ചകൾ നൽകി പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? മീറ്റിംഗിനിടെ അവൻ ആദ്യമായി തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചു. അവന്റെ ടീമിന് ഇഷ്ടമായി. കൂടാതെ ഉയർന്ന മാനേജ്മെന്റ് അവനെ ആ പ്രോജക്റ്റിന്റെ അവൻ സ്വയം ഒഴിഞ്ഞുമാറാത്ത ആദ്യത്തെ അവസരമായിരുന്നു ഇത്. അവന്റെ വെറുമൊരു മാത്രമായിരുന്നു എന്ന് അവന് മനസ്സിലായി. അടുത്ത കുറച്ച് ആഴ്ചകളിൽ തന്നിൽ വിശ്വാസം വളർത്താൻ ആശിഷ് ചെറിയ ചുവടുകളെടുത്തു. അവൻ എല്ലാ ദിവസവും രാവിലെ നൽകാൻ തുടങ്ങി. ഏതെങ്കിലും നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അവൻ അതിനെ മറ്റൊന്നു വെച്ചു മാറ്റി. ഞാൻ മതിയായവനല്ല എന്നതിനു പകരം ഞാൻ പഠിക്കുകയാണ്, എല്ലാ ദിവസവും എന്നെ തന്നെ മെച്ചപ്പെടുത്തുന്നു. ഞാൻ പരാജയപ്പെട്ടാലോ എന്നതിനു പകരം ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ്. ക്രമേണ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. മുമ്പ് അവന്റെ മടി ശ്രദ്ധിച്ചിരുന്നവർ ഇപ്പോൾ അവന്റെ പ്രശംസിച്ചു. ബാങ്കിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും അവന്റെ ശ്രദ്ധിച്ചു. അധ്യായം 3. അബോധമനസ്സിനെ പുനഃക്രമീകരിക്കുക. ദൃഢീകരണങ്ങളുടെ ശക്തി. ഒരു ദിവസം ആശിഷ് തന്റെ ക്യാബിനിലിരിക്കുമ്പോൾ ഒരു ജൂനിയർ ഓഫീസർ അവനരികിലേക്ക് വന്നു. രോഹിത് സർ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രോഹിത് അല്പം പറഞ്ഞു. തീർച്ചയായും പറയൂ, ആശിഷ് അവനെ പ്രോത്സാഹിപ്പിച്ചു. സാർ, ഈ ബാങ്കിൽ എനിക്ക് കൂടുതൽ വളർച്ചയുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഉയർന്ന പദവികൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് എന്നിൽ വിശ്വാസമില്ല. ആശിഷിന് തന്റെ പഴയ ദിവസങ്ങൾ ഓർമ്മ വന്നു. അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതൊരുപക്ഷെ നിന്റെ പ്രശ്നമായിരിക്കാമെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നിനക്ക് ഈ സ്ഥാനം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നീ എപ്പോഴെങ്കിലും നിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടോ? രോഹിത് നെഗറ്റീവായി തലയാട്ടി. ആശിഷ് തന്റെ പുസ്തകത്തിലെ ആദ്യത്തെ പാഠം അവനുമായി പങ്കുവച്ചു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് രൂപം നൽകുന്നു. നിനക്ക് കഴിയില്ല എന്ന് നീ നിന്നോട് തന്നെ പറഞ്ഞാൽ നിന്റെ മനസ്സ് അത് വിശ്വസിക്കും. പക്ഷേ നിനക്ക് കഴിയും എന്ന് നീ നിന്നോട് പറഞ്ഞാൽ നിന്റെ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. രോഹിത് സംശയത്തോടെ തലയാട്ടി. പക്ഷേ അവന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ഒരു ആഴ്ച ഇതൊന്ന് പരീക്ഷിക്കൂ, ആശിഷ് പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കുക. എന്നിട്ട് നിന്നോട് തന്നെ പറയുക, എനിക്ക് കഴിവുണ്ട്, ഞാൻ വളരുകയാണ്, ഞാൻ വെല്ലുവിളികൾക്ക് തയ്യാറാണ്. ഒരാഴ്ച ചെയ്തു നോക്കൂ.
എന്നിട്ട് എപ്പോഴാണ് മാറ്റം വന്നതെന്ന് പറയുക. രോഹിത് ശ്രമിക്കാമെന്ന് ഉറപ്പു നൽകി. ആശിഷ് തന്റെ കാബിനിലേക്ക് മടങ്ങിയപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞിരുന്ന അതേ വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരാൾക്ക് ഉപദേശം നൽകുന്നത്. ഈ മാറ്റം വളരെ സംഭവിച്ചതാണ്. അവൻ ചിരിച്ചു ഡെസ്കിലിരുന്ന ബിലീവ് ഇൻ യുവർസെൽഫ് എന്ന പുസ്തകത്തിലേക്ക് നോക്കി. ഒരുപക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരിക്കും, അവൻ ചിന്തിച്ചു. അധ്യായം 4. ദൃഢീകരണങ്ങളെ ഒരു ശീലമാക്കുക. ആശിഷ് ഇപ്പോൾ കൂടുതൽ അനുഭവപ്പെട്ടു. തന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ താനേ തനിക്ക് അനുകൂലമായി മാറിയെന്ന് അവന് മനസ്സിലായി. അവൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വീണ്ടും ബിലീവ് ഇൻ യുവർസെൽഫ് എന്ന പുസ്തകം തുറന്നു. അടുത്ത അധ്യായത്തിൽ അവൻ ഒരു പുതിയ കാര്യം വായിച്ചു. നമ്മുടെ മനസ്സിൽ നമുക്ക് നിയന്ത്രണം വളരെ കുറവാണെങ്കിലും അതിനെ ഒരു മാർഗമാണ് ദൃഢീകരണങ്ങൾ എന്നതിലെഴുതിയിരുന്നു. മർഫി എഴുതി, ഒരു വ്യക്തി ദിവസവും 3-5 മിനിറ്റ് ദൃഢീകരണങ്ങൾ പറയുകയും അത് രാവിലെയോ വൈകുന്നേരമോ ആവർത്തിക്കുകയും ചെയ്താൽ ക്രമേണ അവന്റെ മനസ്സ് അതിനെ വിശ്വസിക്കാൻ തുടങ്ങും. ആശിഷ് ചിന്തിച്ചു, ഇതൊരിക്കലും ശരിക്കും പ്രവർത്തിക്കുമോ? ശ്രമിക്കുന്നതിലെന്താണ് തെറ്റെന്നവന് തോന്നി. അവൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം പറഞ്ഞു, എനിക്ക് ആത്മവിശ്വാസമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാനൊരു മികച്ച നേതാവാണ്. ആദ്യമായി അവനൊരു വല്ലാത്ത അനുഭവം തോന്നി. ഇങ്ങനെ സ്വയം പറയുന്നത് അവൻ ഒരിക്കലും സങ്കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ അവൻ സ്വയം സംശയിച്ചപ്പോഴും ഒരു ഇല്ലാതെ തനിക്ക് ഒന്നിനും കഴിയില്ലെന്ന് വിശ്വസിച്ചില്ലേ? നെഗറ്റീവ് ചിന്തകൾ തെളിവുകളില്ലാതെ സത്യമാണെന്ന് തോന്നാമെങ്കിൽ പോസിറ്റീവ് ദൃഢീകരണങ്ങൾക്കും അത് സാധ്യമാകില്ലേ? അവൻ ഈ പ്രക്രിയ ഒരാഴ്ചയോളം എല്ലാ ദിവസവും പിന്തുടരാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ ദൃഢീകരണങ്ങൾ ആവർത്തിച്ചു, പിന്നെ ഓഫീസിൽ പോകുന്നതിനു മുമ്പും. ആദ്യത്തെ 2-3 ദിവസം അവന് വലിയ മാറ്റമൊന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക സംഭവമുണ്ടായി. ബാങ്കിൽ ഒരു പ്രധാന മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഉയർന്ന മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ ആഗ്രഹിച്ചു. പരിഹാരങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആശിഷ് ആദ്യം മടിച്ചുനിന്നു. പക്ഷേ ഉടൻ തന്നെ അവന് തന്റെ ദൃഢീകരണങ്ങൾ ഓർമ്മ വന്നു. ഞാനൊരു മികച്ച നേതാവാണ്, എന്റെ ആശയങ്ങൾക്ക് വിലയുണ്ട്. അവൻ മടി കൂടാതെ തന്റെ നിർദ്ദേശം വെച്ചു. അത്ഭുതകരമെന്നു പറയട്ടെ, എല്ലാവർക്കും അവന്റെ ആശയം ഇഷ്ടമായി. സീനിയർ എക്സിക്യൂട്ടീവുകൾ അവന്റെ വാക്കുകൾ ഗൗരവമായി എടുത്തു. മീറ്റിംഗിന് ശേഷം അവന്റെ ബോസ് അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. അവൻ തിരിച്ചറിഞ്ഞു, ദൃഢീകരണങ്ങൾ വെറും. അവൻ മനസ്സിൽ സ്വയം കഴിവുള്ളവനായി കാണാൻ തുടങ്ങിയപ്പോൾ അവന്റെ അതിനനുസരിച്ച് മാറാൻ തുടങ്ങി. ഒരു രാത്രി അവൻ പുസ്തകം വായിക്കുമ്പോൾ മറ്റൊരു രസകരമായ കാര്യം കണ്ടു. നമ്മൾ പോകുമ്പോഴാണ് അബോധമനസ്സ് ഏറ്റവും കൂടുതൽ. അതായത് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് ദൃഢീകരണങ്ങൾ ആവർത്തിച്ചാൽ അതിന്റെ ഫലം കൂടുതൽ. അന്ന് രാത്രി ആശിഷ് ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ദൃഢീകരണങ്ങൾ പറഞ്ഞു. അവൻ കണ്ണുകളടച്ച് താനൊരു സങ്കൽപ്പിച്ചു. തന്റെ ടീം തന്നെ ബഹുമാനിക്കുന്നു, എല്ലാ വെല്ലുവിളികളെയും താൻ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുന്നു. ക്രമേണ ഈ പരിശീലനം അവന്റെ മാറി. ദൃഢീകരണങ്ങൾ ഇപ്പോൾ അവന്റെ ദൈനംദിന ദിനചര്യയുടെ ഭാഗമാണ്. രാവിലെ എഴുന്നേറ്റാൽ അവൻ ആദ്യം ചെയ്യുന്നത് പോസിറ്റീവ് വാക്കുകൾ സ്വയം പറയുക എന്നതാണ്. അധ്യായം 5. വിശ്വാസം യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ഒരു ദിവസം രോഹിത് വീണ്ടും അവനരികിൽ വന്നു. സാർ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പരീക്ഷിച്ചു. രോഹിത് അല്പം പറഞ്ഞു. എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഉണ്ട് സാർ. ആദ്യം വളരെ ബുദ്ധിമുട്ടായി തോന്നി. പക്ഷേ ഒരാഴ്ച ദൃഢീകരണങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ വർദ്ധിച്ചു. എന്തെങ്കിലും സംശയം വരുമ്പോൾ ഞാൻ എന്റെ ദൃഢീകരണങ്ങൾ ഓർക്കും. ആശിഷ് പുഞ്ചിരിച്ചു. രോഹിത്തിന്റെ കണ്ണുകളിൽ മുമ്പില്ലാത്ത അവൻ കണ്ടു. നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിന് രൂപം നൽകുന്നു, ആശിഷ് പറഞ്ഞു. നമ്മൾ നമ്മളോട് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് സത്യമായി എടുക്കും. പക്ഷേ നമ്മൾ നമ്മളോട് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ചിന്താഗതിയും മാറും. രോഹിത് തലയാട്ടി. ഇനി അടുത്ത ഘട്ടമാണ്, ആശിഷ് പറഞ്ഞു. 1-2 ആഴ്ച ദൃഢീകരണങ്ങൾ പറഞ്ഞതുകൊണ്ട് ശാശ്വതമായ മാറ്റം വരില്ല. ഇതൊരു ഉണ്ടാക്കണം. ഞാൻ ശ്രമിക്കാം സാർ, രോഹിത് പറഞ്ഞു. അടുത്ത കുറച്ചാഴ്ചകളിൽ ആശിഷ് തന്റെ ദൃഢീകരണങ്ങൾ കൂടുതൽ. അവൻ പൊതുവായ ദൃഢീകരണങ്ങൾ മാത്രമല്ല, തന്റെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ച് ഉണ്ടാക്കി. ഒരു വിഷമകരമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അവൻ പറയും, ഞാൻ ആത്മവിശ്വാസത്തോടെ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. വലിയൊരു ടാസ്ക് മുന്നിൽ വരുമ്പോൾ, വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ ഞാൻ പൂർണ്ണമായും യോഗ്യനാണ്. സ്വയം സംശയം തോന്നുമ്പോൾ എന്നെയും എന്റെ കഴിവുകളെയും ഞാൻ വിശ്വസിക്കുന്നു. ക്രമേണ അവന്റെ മുഴുവൻ മാറാൻ തുടങ്ങി. മുമ്പത്തേപ്പോലെ അവൻ ചെറിയ കാര്യങ്ങളിൽ പരിഭ്രാന്തനായില്ല. അവൻ ശാന്തമായി സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തു. അവന്റെ കൂടുതൽ തിളങ്ങി. അധ്യായം 6. വിശ്വാസം പ്രവർത്തനത്തിലേക്ക്. ഒരു ദിവസം ബാങ്കിലെ സീനിയർ മാനേജ്മെന്റ് ഒരു ആവശ്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. പലർക്കും അപേക്ഷിക്കാമായിരുന്നു, പക്ഷേ കടുത്ത ഉണ്ടായിരുന്നു. ആശിഷിന്റെ മനസ്സിൽ വീണ്ടും പഴയ ചിന്തകൾ വന്നു. ഞാനിതിന്. എന്നാൽ ഉടൻ തന്നെ അവൻ തന്റെ നിയന്ത്രിച്ചു. അവൻ തന്റെ ദൃഢീകരണങ്ങൾ ആവർത്തിച്ചു. താൻ തന്റെ ചിന്തകൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രതിഫലിക്കണമെന്ന് സ്വയം ഓർമ്മിപ്പിച്ചു. അടുത്ത ദിവസം അവൻ അപേക്ഷിച്ചു. ബാങ്ക് മാനേജ്മെന്റിന് അപേക്ഷയച്ചപ്പോൾ ആശിഷിനുള്ളിലുണ്ടായിരുന്നു,
ധൈര്യം കാണിച്ചതിലുള്ള ആവേശവും നിരസിക്കപ്പെടുമോ എന്ന പഴയ ആശങ്കയും. എന്നാൽ ഇത്തവണ അവൻ സ്വയം ഈ സംശയത്തിൽ അനുവദിച്ചില്ല. അവൻ ദൃഢീകരണങ്ങളുടെ പരിശീലനം കൂടുതൽ ആഴത്തിലാക്കി. ഈ സ്ഥാനത്തിന് താൻ പൂർണ്ണമായും എന്ന് തന്റെ മനസ്സിൽ ഉറപ്പിച്ചു. എല്ലാ ദിവസവും രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ സ്വയം പറയും, ഞാൻ ഈ റോളിനുള്ള മികച്ച സ്ഥാനാർത്ഥിയാണ്. വിജയിക്കാനാവശ്യമായ കഴിവുകളും അനുഭവപരിചയവും മനോഭാവവും എനിക്കുണ്ട്. അവന്റെ അത് സത്യമായി വിശ്വസിക്കാൻ തുടങ്ങി. അവൻ സ്വയം ശ്രദ്ധിച്ചു. അവന്റെ മുമ്പത്തേക്കാൾ ആത്മവിശ്വാസമുള്ളതായി. അവന്റെ സമീപനം കൂടുതലായി തോന്നി. ഏറ്റവും വലിയ മാറ്റം, അവൻ മടിച്ച് തീരുമാനങ്ങളെടുക്കുന്നതിനു പകരം മുന്നോട്ടു പോവുകയായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ വെച്ച് ഡിപ്പാർട്ട്മെന്റിലെ ഇയെ കണ്ടുമുട്ടി. ആശിഷ്, നിങ്ങൾ ബ്രാഞ്ച് മാനേജർക്ക് അപേക്ഷിച്ചെന്ന് കേട്ടല്ലോ? അവൾ സാധാരണ സംസാരത്തിൽ ചോദിച്ചു. അതെ, ചെയ്തു. ആശിഷ് അല്പം മടിയോടെ മറുപടി പറഞ്ഞു. നന്നായി. നിങ്ങളൊരു മികച്ച സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടായിരിക്കണം. ആശിഷ് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളിൽ വീണ്ടും സംശയം വന്നു. ഞാൻ ശരിക്കും മികച്ച സ്ഥാനാർത്ഥിയാണോ? വൈകുന്നേരം വീട്ടിൽ പോയി അവൻ വീണ്ടും ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന പുസ്തകം തുറന്നു. ഇത്തവണ അവൻ വായിച്ച പാഠം അവന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. ഡോക്ടർ മർഫി എഴുതി, തമ്മിൽ ഒരു ഉണ്ടായിരുന്നു. ഒരു വ്യക്തി ഒരു കാര്യം നേടുന്നതിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ അവന്റെ മനസ്സ് അവനെ കൂടുതൽ പരിശ്രമം നടത്തും. ഇതൊരു പോലെയാണ്. ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ചാൽ ശരീരവും അതിനനുസരിച്ച് പ്രതികരിക്കും. ആശിഷ് സ്വയം ചോദിച്ചു, ഞാൻ എന്നെ തന്നെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? അവൻ ഇതുവരെ മാത്രം ആശ്രയിക്കുകയായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തെ ശരിക്കും മാറ്റണമെങ്കിൽ താൻ ഇതിനകം ഒരു ബ്രാഞ്ച് മാനേജരായി കഴിഞ്ഞതുപോലെ പെരുമാറണം. അടുത്ത ദിവസം മുതൽ അവൻ ഒരു പുതിയ സമീപനം സ്വീകരിച്ചു. ഇപ്പോൾ അവൻ തന്റെ നിലവിലെ റോൾ ഒരു ബ്രാഞ്ച് മാനേജരെപ്പോലെ ചിന്തിക്കാൻ തുടങ്ങി. മീറ്റിംഗുകളിൽ അവൻ വെറുമൊരു ആയിരുന്നില്ല, മറിച്ച് ഒരു സ്വയം അവതരിപ്പിച്ചു. സങ്കീർണമായ ഒരു പ്രശ്നം വരുമ്പോഴെല്ലാം ഒരു സീനിയറിന്റെ നിർദ്ദേശത്തിനായി കാത്തുനിൽക്കുന്നതിനു പകരം അവൻ സമീപനം സ്വീകരിച്ച് പരിഹാരം കണ്ടെത്താൻ തുടങ്ങി. അധ്യായം 7 വിങ്സ് ഓഫ് ഫെയ്ത്ത്, വിജയത്തിലേക്കുള്ള പറക്കൽ. ക്രമേണ ആളുകൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആശിഷ്, നിങ്ങളിപ്പോൾ വളരെ തീരുമാനങ്ങളെടുക്കുന്നത്, ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു. അതെ, കാരണം ഞാനിപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു, അവൻ മറുപടി പറഞ്ഞു. പിന്നെ ഒരു വലിയ വെല്ലുവിളി കൂടി വന്നു. ബാങ്കിലെ ഒരു പ്രധാന ക്ലയന്റിന്റെ ലോൺ അപ്രൂവലിൽ പ്രശ്നമുണ്ടായി. മുമ്പ് ആശിഷ് ഇത്തരം കേസുകളിൽ മാത്രം കൈകാര്യം ചെയ്യുകയും സീനിയർമാരുമായി ആലോചിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്തവണ അവൻ നടത്തി ക്ലയന്റിന്റെ ആവശ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി അവർക്കായി ഒരു വിശദമായ തയ്യാറാക്കി. ഈ നിർദ്ദേശം അവൻ സീനിയർമാർക്ക് മുന്നിൽ വെച്ചപ്പോൾ അവർ ഒരു മടിയും കൂടാതെ അത്. ഈ അനുഭവം അവനൊരു വലിയ പാഠം നൽകി. വെറും ഇൽ നിന്ന് മാത്രമല്ല വരുന്നത്, ഇൽ നിന്നാണ്. താൻ ആ റോളിന് തയ്യാറാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തിയപ്പോൾ അവന്റെ അതിനനുസരിച്ച് മാറി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതായി മേഘ അവനെ അറിയിച്ചു. ഒരു നിമിഷം ആശിഷിനുണ്ടായി. പക്ഷേ ഉടൻ തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു. ഞാൻ ഇതിനകം ഒരു ബ്രാഞ്ച് മാനേജരെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരെ കാണിച്ചാൽ മതി. അവന്റെ തയ്യാറെടുപ്പ് ഘട്ടം ആരംഭിച്ചു. അവൻ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു. ഞാനൊരു ബ്രാഞ്ച് മാനേജർ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് വെല്ലുവിളികളെ നേരിടേണ്ടി വരുമായിരുന്നു? എന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാകുമായിരുന്നു? അവൻ തന്റെ പഴയ അനുഭവങ്ങൾ വിശകലനം ചെയ്തു, കുറിച്ചെടുത്തു, താൻ പഠിച്ച ഓർത്തു. ഇന്റർവ്യൂ ദിവസം അവൻ ആത്മവിശ്വാസത്തോടെ പാനലിന് മുന്നിലിരുന്നു. ആദ്യ ചോദ്യം, ആശിഷ്, ഈ റോളിന് നിങ്ങൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? മുമ്പ് അവൻ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ മടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ മറുപടി നൽകി. ഞാൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഒരു വികസിപ്പിച്ചെടുത്തു. ഞാൻ തീരുമാനങ്ങളെടുത്തു, ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങി. ഈ റോൾ എനിക്ക് ഒരു മാത്രമല്ല, സ്വാഭാവികമായ ഒരു ആണ്. പാനൽ അവനെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തു. ഇന്റർവ്യൂ അവസാനിച്ചു. അടുത്ത ദിവസം ആശിഷിന് ലഭിച്ചു. അവനെ പുതിയ ബ്രാഞ്ചിന്റെ മാനേജരായി നിയമിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ഒരു നിമിഷം അവന് വിശ്വസിക്കാനായില്ല. പക്ഷേ അവൻ സ്വയം പറഞ്ഞു, ഇതെന്റെ മാത്രമല്ല, എന്റെയും ഫലമാണ്. അവൻ തിരിച്ചറിഞ്ഞു, നമ്മളൊരു കാര്യത്തെ നമ്മുടേതായി അംഗീകരിക്കുമ്പോൾ വെറും ദൃഢീകരണങ്ങൾ പറയുന്നതിന് പകരം ആ വിശ്വാസത്തോടെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ തുടങ്ങും. ഇപ്പോൾ അവന്റെ യാത്ര ഒരു പുതിയ തലത്തിലായിരുന്നു. പക്ഷേ ഇനിയും വെല്ലുവിളികൾ വരുമെന്നും ഓരോ തവണയും അവൻ തന്റെ മാറ്റണമെന്നും അവൻ അറിയാമായിരുന്നു. അധ്യായം 8 കംഫർട്ട് സോൺ ഉപേക്ഷിക്കുക. ആശിഷ് ഇപ്പോൾ തന്റെ പുതിയ റോളിൽ പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ പുതിയ വെല്ലുവിളികളും വന്നു. തുടക്കത്തിൽ ആവേശമുണ്ടായിരുന്നെങ്കിലും ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു ബ്രാഞ്ച് മാനേജരാകുക എന്നത് ഒരു മാത്രമല്ല, അവന് മനസ്സിലായി. മുമ്പ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൻ സ്വന്തമിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഴുവൻ ടീമിന്റെയും ശ്രദ്ധിക്കണം. താൻ ഈ നിലയിലുള്ള ഉത്തരവാദിത്തത്തിന് പൂർണ്ണമായും തയ്യാറല്ലെന്ന് പലപ്പോഴും അവന് തോന്നി. ഒരു ദിവസം ബാങ്കിൽ ഒരു പ്രധാന പ്രശ്നം വന്നു. ഒരു വലിയ ക്ലയന്റിന്റെ ലോൺ അപേക്ഷ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ കുടുങ്ങി. ആശിഷിന് വീണ്ടും പഴയ പാറ്റേണിലേക്ക് പോകുന്നതുപോലെ തോന്നി.
ആദ്യം ഈ പ്രശ്നം സീനിയർമാരുമായി ചർച്ച ചെയ്യണമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ താനിപ്പോളാണെന്ന് അവന് ഓർമ്മ വന്നു. അവൻ തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. അവൻ സാഹചര്യം ചെയ്തു. തന്റെ ടീം അംഗങ്ങളുമായി ചർച്ച ചെയ്തു. ഒടുവിൽ ക്ലയന്റിനും ബാങ്കിന്റെ നയങ്ങൾക്കും അനുയോജ്യമായ ഒരു കണ്ടെത്തി. അവൻ പരിഹാരം നടപ്പിലാക്കുകയുമെല്ലാം ശരിയായി പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ താൻ ഇതിലും കൂടുതൽ മാറിയെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഭയവും സംശയവും ഇപ്പോഴും അവനിലുണ്ടായിരുന്നു. അന്ന് രാത്രി അവൻ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന പുസ്തകം വീണ്ടും തുറന്നു. ഇത്തവണത്തെ പാഠം അവനെ സ്വാധീനിച്ചു. ഡോക്ടർ മർഫി കഥ പറഞ്ഞു. പറക്കാൻ പഠിക്കുന്ന 2 കിളികൾ. ആദ്യത്തെ പക്ഷി താഴെ വീഴുമോ എന്ന ഭയം കാരണം തന്റെ മുറുകെ പിടിച്ചിരുന്നു. രണ്ടാമത്തെ പക്ഷി ഭയത്തെ അവഗണിച്ച് വിരിച്ച് ആദ്യമായി പറക്കാൻ ശ്രമിച്ചു. കുറച്ചു തവണ താഴെ വീണു. പക്ഷെ ഓരോ തവണയും അത് തന്റെ ഉള്ളിലെ ഭയം ഉപേക്ഷിച്ച് മുന്നോട്ടുപോയി. ക്രമേണ ആദ്യത്തെ പക്ഷിക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഉയരങ്ങളിൽ അതെത്തിച്ചേർന്നു. ഈ കഥ തനിക്കുവേണ്ടി എഴുതിയതാണെന്ന് ആശിഷിന് തോന്നി. അവൻ സ്വയം ചോദിച്ചു, ഞാനും ആദ്യത്തെ പക്ഷിയെപ്പോലെ എന്റെ പഴയ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ? ബ്രാഞ്ച് മാനേജരാകാൻ അവൻ സ്വയം തയ്യാറായി. വിശ്വാസത്തോടെയും ദൃഢീകരണങ്ങളോടെയും മുന്നോട്ടുപോയി. പക്ഷേ തന്റെ സംശയങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പറക്കാൻ താൻ തയ്യാറാണോ? അടുത്ത ദിവസം മുതൽ അവന്റെ മാറി. അവൻ തന്റെ റോൾ ചെയ്യുക മാത്രമല്ല ചെയ്തു. അവൻ ടീം അംഗങ്ങളുമായി ചർച്ചകൾ തുടങ്ങി. അവരുടെ വെല്ലുവിളികൾ മനസ്സിലാക്കി എല്ലാവർക്കും കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അധ്യായം 9. അബോധ മനസ്സിന്റെ പൂർണ്ണമായ ഉപയോഗം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പരമ്പരാഗത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവൻ തേടി. ക്രമേണ അവന്റെ ടീമും അവന്റെ ഊർജ്ജം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാങ്കിന്റെ എന്റെ കോൾ വന്നു. ആശിഷ്, അടുത്ത മാസം നിനക്കൊരു ഉത്തരവാദിത്തം നൽകുകയാണ്. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ബ്രാഞ്ചുകളിലൊന്നാണ് ഇത്. നിനക്കിതിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മുമ്പ് ഈ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ അവനുണ്ടാകുമായിരുന്നു. ഇത്രയും വലിയ ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? എന്നാൽ ഇപ്പോൾ അവന്റെ മാറിയിരുന്നു. അവൻ മടിക്കാതെ മറുപടി നൽകി, ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. ബ്രാഞ്ചിനെ മികച്ചതാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. പുതിയ ബ്രാഞ്ചിലെത്തിയപ്പോൾ ഈ ടാസ്ക് എളുപ്പമല്ലെന്ന് അവന് മനസ്സിലായി. അവിടുത്തെ ജീവനക്കാർ ഉപഭോക്താക്കളുടെ കുറഞ്ഞിരുന്നു. മൊത്തത്തിലുള്ള നെഗറ്റീവായിരുന്നു. പക്ഷേ ആശിഷ് ഇനി മാറ്റങ്ങളെ ഒരാളായിരുന്നില്ല. അവൻ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി അവരോടൊരു ചോദ്യം മാത്രം ചോദിച്ചു. ഈ ബ്രാഞ്ച് വിജയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് മാറ്റേണ്ടത്? തുടക്കത്തിൽ ആളുകൾ മടിച്ചുനിന്നു. പക്ഷേ ക്രമേണ ആശയങ്ങൾ വരാൻ തുടങ്ങി. ചിലർ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞു. ചിലർ ഇന്റേണൽ പ്രോസസ്സുകൾ കാര്യക്ഷമമാക്കണമെന്ന് പറഞ്ഞു. ആശിഷ് എല്ലാവരുടെയും വാക്കുകൾ കേട്ടു. എന്നിട്ട് ഒരു എടുത്തു. എല്ലാവരുമായി ചേർന്ന് ഒരു വികസിപ്പിക്കും. അവിടെ എല്ലാവരും സ്വയം വിശ്വസിക്കുകയും മികച്ച പ്രകടനം നൽകുകയും ചെയ്യും. അവൻ താൻ പഠിച്ച അതേ തന്റെ ടീമിൽ പകർത്താൻ ശ്രമിച്ചു. അവൻ ഒരു ലളിതമായ ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ ടീം അംഗങ്ങൾ അവരുടെ ഏറ്റവും വലിയയും ഉച്ചത്തിൽ പറയും. തുടക്കത്തിൽ ഇത് വിചിത്രമായി തോന്നിയെങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ടീമിന്റെ വർദ്ധിച്ചു. മുമ്പ് നിർദ്ദേശങ്ങൾക്കായി കാത്തിരുന്നവർ ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. ക്രമേണ വന്നു തുടങ്ങി. ഉപഭോക്തൃ സേവന റേറ്റിംഗുകൾ മെച്ചപ്പെട്ടു. ബ്രാഞ്ചിലെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. മോശം പ്രകടനം കാഴ്ചവെച്ചിരുന്ന ബ്രാഞ്ച് ബാങ്കിലെ കാഴ്ചവെക്കുന്ന ബ്രാഞ്ചുകളിലൊന്നായി മാറി. ഒരു ദിവസം ആശിഷ് തന്റെ ബ്രാഞ്ചിന് പുറത്തു നിൽക്കുമ്പോൾ താൻ ആദ്യത്തെ പക്ഷിയെപ്പോലെയായിരുന്നെന്ന് അവന് മനസ്സിലായി. തന്റെ പഴയ ബ്രാഞ്ചിന്റെലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ സ്വയം വെല്ലുവിളിച്ച് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നു. വളർച്ചയുടെ യഥാർത്ഥ അർത്ഥം വെറുമൊരു നേടുകയല്ല, മറിച്ച് സ്വയം തള്ളിവിടുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തന്റെ പുസ്തകം വീണ്ടും തുറന്നു. അവൻ വായിച്ച അവസാന വരി അവനെ പ്രചോദിപ്പിച്ചു. പിറന്നുവീഴുന്ന ഒരു സ്വാഭാവിക സമ്മാനമായ സ്വയം വിശ്വാസം പ്രതികൂല സാഹചര്യങ്ങളെ കീഴടക്കുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ശക്തിയായി മാറുന്നു. തന്റെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടില്ലെന്നും ഇത് ഒരു പുതിയ തുടക്കം മാത്രമാണെന്നും ആശിഷിനിപ്പോൾ അറിയാമായിരുന്നു. അധ്യായം 10. ഒരു സംരംഭകന്റെ ഉദയം. ആശിഷ് ഒരു ബാങ്ക് മാനേജർ എന്ന നിലയിൽ മാത്രമല്ല, അവന്റെയും പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവനിപ്പോൾ അനുഭവപ്പെട്ടു. മുമ്പ് അവൻ സ്വയം ഒരു മിഡിൽ മാനേജ്മെന്റ് ജീവനക്കാരനായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് അവന് തോന്നി. ഇത് സിസ്റ്റങ്ങളെയും ആളുകളെയും ചെയ്യുക മാത്രമല്ല, വലിയ തീരുമാനങ്ങളെടുക്കാൻ തലത്തിലേക്ക് സ്വന്തം ചിന്തകളെ കൊണ്ടുപോകുക കൂടിയാണ്. പുതിയ ബ്രാഞ്ചിനെ വിജയകരമാക്കിയതിനുശേഷം ബാങ്കിലെ ഉയർന്ന മാനേജ്മെന്റിന്റെ ശ്രദ്ധ ആശിഷിലായി. മോശം പ്രകടനം കാഴ്ചവെച്ചിരുന്ന ബ്രാഞ്ചിനെ അവൻ മാറ്റിമറിക്കുക മാത്രമല്ല, അവിടുത്തെ ജീവനക്കാരുടെയും മാറ്റിമറിച്ചു. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പഠനം അവൻ ആദ്യമായി തന്റെ പൂർണ്ണമായി ഉപയോഗിച്ചു എന്നതാണ്. അവൻ തന്റെ ഉപേക്ഷിച്ചു. മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത തലത്തിലേക്ക് സ്വയം കണ്ടു. ഒരു ദിവസം ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരു കോൾ വന്നു. ഇത്തവണ ഒരു പുതിയ വെല്ലുവിളിയായിരുന്നു. ഒരു മുഴുവനായും സ്ഥാപിക്കാനുള്ള അവസരം. നിലവിലുള്ള ബ്രാഞ്ചുകൾ കൈകാര്യം ചെയ്യുന്നതിലും വലിയൊരു കാര്യമായിരുന്നു ഇത്. കാരണം ഇവിടെ എല്ലാം മുതൽ ആരംഭിക്കണം. ആദ്യം ഈ പ്രോജക്റ്റിന് താൻ ആശിഷിന് തോന്നി.
പക്ഷേ അവൻ തന്റെ മുൻ യാത്രയിൽ പഠിച്ച അതേ ചോദ്യം സ്വയം ചോദിച്ചു: ഞാൻ എന്റെയെ പരിമിതപ്പെടുത്തുകയാണോ? അവൻ ഉള്ളിലേയെ തിരിച്ചറിഞ്ഞു, അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ പുതിയ ബ്രാഞ്ചിന്റെ സ്ഥാപനത്തിനായി അവൻ ഒരു ഉണ്ടാക്കി. ആദ്യം അവൻ തന്റെ പോസിറ്റീവ് ദൃഢീകരണങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. ഞാനൊരു വിജയകരമായ നേതാവാണ്. എനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമിനെ ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് ഇതിനുള്ള കഴിവുള്ളതുകൊണ്ടാണ് എന്നെ ഈ വെല്ലുവിളിക്കായി തിരഞ്ഞെടുത്തത്. തുടക്കത്തിൽ ഇത് വെറും വാക്കുകളായി തോന്നിയെങ്കിലും ദിവസവും ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനിൽ ഒരുതരം വന്നു. തുടർന്ന് അവൻ തന്റെ തിരഞ്ഞെടുത്തു. അവൻ ജീവനക്കാരെ അവരുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തിരഞ്ഞെടുത്തത്, മറിച്ച് ആളുകളെ എടുത്തു. അവൻ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. അവിടെ എടുക്കുന്നത് നെഗറ്റീവായി കാണുന്നതിനു പകരം ഒരു മനസ്സിലാക്കി. അധ്യായം 11. സംരംഭക സ്വപ്നങ്ങളിലേക്കുള്ള കുതിപ്പ്. ബിസിനസ്സോ ബാങ്കിംഗോ വെറും മാത്രമല്ല, ഇതൊരു അവനിലെ മനസ്സിലാക്കി. നമ്മൾ ആന്തരികമായി വിജയം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഈയും സ്വയം വരും. പുതിയ ബ്രാഞ്ച് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഉപഭോക്താക്കൾ വരുന്നുണ്ടായിരുന്നു, പക്ഷേ കുറവായിരുന്നു. ജീവനക്കാരുടെ ഊർജ്ജം കൂടുതലായിരുന്നു, പക്ഷേ ഫലങ്ങൾ. ആശിഷിന് പലപ്പോഴും വന്നു. പക്ഷേ അവൻ വീണ്ടും തന്റെയെ സജീവമാക്കി. അവൻ സ്വയം പറഞ്ഞു, ഓരോ വിജയകരമായ ബിസിനസ്സും തുടക്കത്തിൽ പോകുന്നത്, പക്ഷേ വിശ്വാസമെങ്കിൽ വളർച്ച. അവൻ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചു. അബോധമനസ്സിനെ നേരിട്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാം? അവൻ തന്റെ ടീമുമായി ചേർന്ന് ആരംഭിച്ചു. എല്ലാ ദിവസവും രാവിലെ 5 മിനിറ്റ് നേരം എല്ലാ ജീവനക്കാരും കണ്ണുകൾ അടച്ച് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നു, ഉപഭോക്താക്കൾ കൂടുതലാണ് എന്ന് ചെയ്തു. ഇതൊരു മാനസിക പരിശീലനം മാത്രമല്ലായിരുന്നു, അബോധമനസ്സിനെ ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയായിരുന്നു. ക്രമേണ ബ്രാഞ്ചിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു, ജീവനക്കാർ കൂടുതൽ തോന്നി, മൊത്തത്തിലുള്ള അന്തരീക്ഷം ഒരുപോലെയായി മാറി. ഒരു ദിവസം ഒരു വലിയ ക്ലയന്റ് അവരുടെ ബ്രാഞ്ചിൽ ഒരു ഡീൽ അന്തിമമാക്കിയപ്പോൾ ഇത് വെറും ഇന്റെ ഫലമല്ല, ഇവിടെ കഴിവുകൂടിയാണെന്ന് ആശിഷിന് മനസ്സിലായി. ഇപ്പോൾ അവൻ തന്റെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. തന്റെ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇതിലും വലിയ എന്തെങ്കിലും ചെയ്യാൻ അവന് കഴിയുമോ? താനൊരു ബാങ്കർ മാത്രമായി തുടരുമോ, അതോ തന്റെ പിന്തുടരുമോ? ഒരു ദിവസം അവൻ ഒരു പഴയ സുഹൃത്ത് വികാസിനെ കണ്ടുമുട്ടി. വികാസ് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ സ്വന്തമായി തുടങ്ങി. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി കമ്പനി തുടങ്ങിയതിനെക്കുറിച്ചും തന്റെ ഉപയോഗിച്ച് ബിസിനസ് എങ്ങനെ വളർത്തിയെന്നും വികാസ് ആശിഷിനോട് പറഞ്ഞു. ഈ സംഭാഷണം തനിക്കുള്ള ആയിരുന്നു എന്ന് ആശിഷിന് തോന്നി. അവൻ ഒരിക്കലും സ്വയം കണ്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവന് തോന്നി തനിക്ക് തന്നിൽ കഴിയുമെങ്കിൽ ഒരു വഴിയുമല്ല. അവൻ സ്വയം നൽകി. താൻ വെറുമൊരു തുടരില്ല, മറിച്ച് ആകും. അവൻ തന്റെ പൂർണ്ണമായും ഇപ്പോൾ ഒരു വെല്ലുവിളിയും അവനല്ല എന്ന്. ബിസിനസ്സിലെ വിജയം ബാഹ്യമായിൽ നിന്ന് മാത്രമല്ല വരുന്നതെന്നും ആദ്യം ശക്തമായിരിക്കണമെന്നും അവനറിയാമായിരുന്നു. അവൻ തന്റെ പുസ്തകത്തിലെ അതേ വരി വീണ്ടും വായിച്ചു. പോസിറ്റീവ് ആത്മവിശ്വാസം വളർത്തുന്നത് വ്യക്തിഗത വളർച്ചയ്ക്ക് മാത്രമല്ല, ബിസിനസ് നേട്ടങ്ങൾക്കുള്ള ഒരു പ്രേരക ശക്തിയായിരിക്കും. തന്റെ അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് അവനിപ്പോൾ അറിയാമായിരുന്നു. അധ്യായം 12. ബാങ്കർ ടു എന്റർപ്രണർ. യാത്രയുടെ പരിണാമം. ആശിഷ് ഇപ്പോൾ എത്തിയിരുന്നു. അവന്റെ ചിന്തകൾ പൂർണ്ണമായും മാറി. അവൻ വെറും ബാങ്ക് മാനേജറായിരുന്നില്ല, തന്റെ ശക്തി പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായി മാറി. ജോലിയിൽ അവൻ നേടിയ വിജയം വെറും ബാങ്കിംഗ് തന്ത്രങ്ങൾ കാരണം മാത്രമല്ല, അവന്റെ ഉള്ളിലെ അവനെ അവിടെ എത്തിച്ചു. ഇപ്പോൾ അവന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. തന്റെ ജീവിതം മുഴുവൻ ആയി ചിലവഴിക്കണോ, അതോ തന്റെ മുഴുവൻ പര്യവേക്ഷണം ചെയ്യുമോ? ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് വിജയിച്ചിരുന്നു, പക്ഷേ അവന്റെ ഉള്ളിൽ പുതിയ ഉണ്ടായിരുന്നു. തന്റെ ശക്തിയാൽ എത്രമാത്രം മാറ്റാൻ കഴിയുമെന്ന് അവൻ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിലും വലുതു ചെയ്യാത്തത്? ഒരു ദിവസം അവൻ എടുത്തു. അവൻ തന്റെ ജോലിയിൽ നിന്ന് വെച്ചു. ഇതൊരു എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല, കാരണം അവൻ ഇല്ലായിരുന്നു. അവൻ സ്വയം ചോദിച്ചു, ഞാൻ ഭയം കാരണം പിന്നോട്ടു പോവുകയാണോ, അതോ എന്റെ ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടു പോവുകയാണോ? അവൻ തന്റെ സുഹൃത്ത് വികാസിന്റെ സ്റ്റാർട്ടപ്പിൽ എടുക്കാൻ തീരുമാനിച്ചു. ഇതൊരു വലിയായിരുന്നു, പക്ഷേ വിജയനെ മാത്രമല്ല ആശ്രയിക്കുന്നത്, ആണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. അവൻ തന്റെ മുഴുവൻ ഊർജ്ജവും സ്റ്റാർട്ടപ്പിൽ നിക്ഷേപിച്ചു. ബാങ്കിൽ പഠിച്ചയും കഴിവുകൾ ഇവിടെ ഉപയോഗിച്ചു. ദൃഢീകരണങ്ങളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പഠിച്ച അതേ തത്വങ്ങൾ ഉപയോഗിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് സത്യമായി മാറുന്നു. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഫണ്ടിംഗ് പ്രശ്നങ്ങൾ, ക്ലയന്റുകളെ ലഭിക്കാൻ പ്രയാസം, താൻ തെറ്റായ തീരുമാനമെടുത്തുവെന്ന് പലപ്പോഴും തോന്നി. പക്ഷേ അവൻ എല്ലായ്പ്പോഴും ചെയ്തതു തന്നെ ചെയ്തു. അവൻ തന്റെ പരിശീലിപ്പിച്ചു. അവൻ എല്ലാ രാത്രിയിലും ആവർത്തിച്ചു, ഞങ്ങളുടെ ബിസിനസ് വിജയിക്കും, ഞങ്ങൾക്ക് അനന്തമായ സാധ്യതകളുണ്ട്, ഞങ്ങൾക്ക് എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ കഴിയും. ക്രമേണ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. സ്റ്റാർട്ടപ്പിന് കിട്ടാൻ തുടങ്ങി. താൽപര്യം കാണിച്ചു. ചില വലിയ ക്ലയന്റുകൾ വന്നു. ഇത് വെറും ഭാഗ്യത്തിന്റെയോ കഠിനാധ്വാനത്തിന്റെയോ ഫലമല്ല,
മറിച്ച് അവന്റെ ശക്തിയായിരുന്നുവെന്ന് ആശിഷിന് മനസ്സിലായി. അവൻ തന്റെ അത്രത്തോളം അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. 1 വർഷത്തിനു ശേഷം അവരുടെ ഫിൻടെക് സ്റ്റാർട്ടപ്പ് അറിയപ്പെടാൻ തുടങ്ങി. ബാങ്കിംഗ്, ഫിനാൻസ് ലോകത്ത് അവരുടെ കമ്പനിക്കുണ്ടായി. ആശിഷ് ഇപ്പോൾ വെറുമൊരു ബാങ്കർ ആയിരുന്നില്ല. തന്റെ ശക്തിയാൽ തന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു ആയി മാറി. ഇപ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ താനൊരിക്കൽ സ്വയം അതേ വ്യക്തിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ സ്വന്തം ആണ് എന്നവൻ പഠിച്ചു. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അല്ല. ഇപ്പോൾ അവൻ സ്വയം എഴുതാൻ ആലോചിക്കുകയായിരുന്നു. ബിലീവ് ഇൻ യുവർ സെൽഫ്, ഒരു ബാങ്കറിൽ നിന്ന് ഒരു സംരംഭകനിലേക്കുള്ള എന്റെ യാത്ര. തന്റെ കഥ മറ്റൊരാളുടെ ജീവിതം മാറ്റാൻ കഴിയുമെങ്കിൽ അതിലും വലിയ കാര്യമില്ലെന്ന് അവൻ ചിന്തിച്ചു. അവൻ തന്റെ ഡയറിയിൽ അവസാന വാക്കുകൾ എഴുതി. വിജയം പുറത്തുനിന്നല്ല ആരംഭിക്കുന്നത്, അകത്തുനിന്നാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ ലോകം മുഴുവൻ നിങ്ങൾക്കനുസരിച്ച് മാറാൻ തുടങ്ങും.